കാമത്തിനു വേണ്ടി തൻ്റെ അച്ഛനെയും മക്കളെയും അമ്മയെയും കൊന്നു. ഒടുവിൽ എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാക്കി ജയിലിൽ തൂങ്ങി മരിക്കുന്നു. ജയിലിലെ സൗമ്യയുടെ ജീവിതം ഇങ്ങനെയാണ്. കണ്ണൂർ വനിതാ ജയിലിൽ 12 പേർക്ക് കിടക്കാനുള്ള 2 ബാരക്കുകളാണുള്ളത്. അതിൽ ഒരു ബാരക്കിലാണ് റിമാൻഡ് തടവുകാരി കൂടിയായ സൗമ്യ കിടന്നത്. റിമാൻഡ് പ്രതിയായതിനാൽ തന്നെ സൗമ്യക്ക് ജയിൽ വസ്ത്രം നിർബന്ധമായിരുന്നില്ല. ആരോടും അധികമൊന്നും സംസാരിക്കാതെയാണ് സൗമ്യ ജയിലിൽ കഴിഞ്ഞത്. അച്ഛനെയും അമ്മയെയും വിഷം കൊടുത്തു കൊന്ന സൗമ്യയെ ക്രൂരയായ സ്ത്രീ എന്ന നിലയിലായിരുന്നു സഹതടവുകൾ കണ്ടത്. എന്നാൽ അത്തരം മുൻധാരണകളെ മാറ്റിമറിക്കുന്നതായിരുന്നു സൗമ്യയുടെ ജയിൽ ജീവിതം. എന്നും ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സൗമ്യയാണ് ജയിലിൽ കാണാൻ കഴിഞ്ഞത്. താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും ഇടയ്ക്കിടെ പറയുമായിരുന്നു. ജയിലിലെ എല്ലാവരോടും ശാന്തമായി പെരുമാറിയ സൗമ്യയെ സഹതടവുകാർക്കും ഇഷ്ടമായിരുന്നു. ജയിലിലെത്തി കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നല്ല വായനക്കാരിയായും സൗമ്യ മാറിയിരുന്നു. ജയിൽ ലൈബ്രറിയിൽ നിന്നും നിരവധി പുസ്തകങ്ങളാണ് വായിച്ചത്. എന്നാൽ സൗമ്യയെക്കുറിച്ച് വനിതാ ജയിൽ ഉദ്യോഗസ്ഥർക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ജയിലിലെത്തി ആദ്യ നാളുകളിൽ കുട നിർമ്മാണമായിരുന്നു ചെയ്തത്. കുറഞ്ഞ സമയം കൊണ്ട് ആ ജോലി നന്നായി ചെയ്തു. തുടർന്നാണ് തൊഴുത്തിലെ ജോലി ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ ചെയ്യുന്ന ജോലികളിൽ യാതൊരുവിധ പരാതിയും സൗമ്യ പറഞ്ഞിരുന്നില്ല. കൂടാതെ ജയിലിൽ തന്നെ കഴിയാനാണ് തനിക്കിഷ്ടമെന്നും പുറത്തു പോയാൽ താൻ എന്തു ചെയ്യുമെന്ന് സൗമ്യ പറഞ്ഞിരുന്നതായി ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നു. ഒരു ചെറിയ കടലാസിൽ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചായിരുന്നു സൗമ്യ തൂങ്ങി മരിച്ചത്. എന്റെ മരണത്തിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കില്ലെന്നും ബന്ധുക്കൾ ഒറ്റപ്പെടുത്തിയതിനാലാണ് ഞാൻ മരിക്കുന്നതെന്നും താൻ കുറ്റക്കാരിയല്ല, ആരെയും കൊന്നിട്ടില്ല എന്നുമായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലപാതകത്തിന് ഒടുവിൽ അന്ത്യം സംഭവിക്കുന്നു. സൗമ്യയുടെ ജയിൽ ജീവിതത്തിനെ കുറിച്ച് ജയിൽ വാർഡന്മാർക്കും അതുപോലെ തന്നെ സഹതടവുകാർക്കും പറയാനുള്ളതാണ് നമ്മളിപ്പോൾ കേട്ടത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.